ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കാക്കനാടാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പുഞ്ചയാണ് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പണ്ട് എള്ള് കൃഷി അതേപോലെ നെല്ല് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എള്ളും നെല്ലൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പാടം കാണാനായിട്ട്. പിന്നെ അതേപോലെ ഒരു 6:30-7 മണിയൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇവിടം കാണാൻ നല്ല രസമാണ് കേട്ടോ. മഞ്ഞൊക്കെ മൂടി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ അവിടെ എള്ള് കൃഷിയോ നെല്ല് കൃഷിയോ ഒന്നുമില്ല. ഇപ്പം പ്ലെയിനായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവർ കൃഷിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിച്ചൂട്ടാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് താഴെ ഇരുന്ന് അമ്മയുടെ കുറേ ഡപ്പയൊക്കെ ഉണ്ടായിരുന്നു, അത് ഡപ്പയുടെ അടപ്പമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ പോയി കുളിച്ചിട്ട് നേരെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ രുദ്രൂട്ടനെയും ദുർഗമ്മോളെയും രാവിലെ തന്നെ കുളിപ്പിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ റിച്ചൂട്ടനെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവനെ കുളിപ്പിക്കുന്ന ഇച്ചിരി റിസ്ക്കാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഭയങ്കര ഞൊളപ്പാണ് കേട്ടോ ഇപ്പം. അങ്ങനെ അവനെയും കുളിപ്പിച്ചു, അവനെ എല്ലാം റെഡിയാക്കിയിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനാണെങ്കിൽ സ്പീക്കറിനകത്ത് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലാണെങ്കിലും പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അച്ഛനാണെങ്കിൽ ഒരു സ്പീക്കർ മേടിച്ച് വെച്ചേപ്പുണ്ട്. അപ്പം വൈകുന്നേരം അച്ഛൻ വന്നു കഴിയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ കൈ ഞൂണ്ടി അതേൽ ഇങ്ങനെ കാണിക്കും പാട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവന് കാത്തൂൻ്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവന് കാത്തൂൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ കാപ്പി കുടിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ റാഗിയുടെ ഇടിയപ്പമായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഞാനാണെങ്കിൽ ഇന്നലെ കുറച്ച് ചോക്കോസ് പിള്ളേർക്ക് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പാലിനകത്ത് ഞാൻ കുറച്ചിട്ടങ്ങ് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും തൂത്തുവാരാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ വീട്ടിൽ പച്ചക്കറി കൊണ്ടുവരുന്ന ചേട്ടന്മാരാണ് കേട്ടോ, 2 പേര്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാനും ദുർഗമ്മോളും പിന്നെ അതുപോലെ രുദ്രൂട്ടനും കൂടെ കാക്കനാട് ചന്ത വരെ പോവുകയാണ് കേട്ടോ. അപ്പം ഇവർക്കാണെങ്കിൽ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പം അത് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോയതാണ് കേട്ടോ. നമ്മുടെ റിച്ചൂട്ടനെ ആണെന്നുണ്ടെങ്കിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ റെയിൽവേ പാളമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ നടന്നായിരുന്നു കേട്ടോ കാക്കനാട് ചന്തയിൽ പോയത്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. അപ്പം നടന്നു വന്നതിൻ്റെ ക്ഷീണം കാരണം അവർക്ക് 2 പേർക്കും ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ബേക്കറി കയറിയിട്ട് അവർക്ക് 2 പേർക്കും നാരങ്ങകളൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ അതേപോലെ അവിടെ ഒരു ചിക്കൻ കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മുട്ടയൊക്കെ ഉണ്ട്, കോഴിമുട്ടയൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ 10 കോഴിമുട്ടയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ കാക്കനാട് ചന്തയാണ് കേട്ടോ. ഇപ്പം എന്തോ ഒരു ശാന്തത. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് തിരിയാൻ പറ്റത്തില്ല കേട്ടോ, അതേപോലെ തിരക്കാണ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേ മീനൊക്കെ വരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഓട്ടോയിലാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങ് വരെ ഞാൻ ഇവരെ നടത്തിയാണ് കൊണ്ടുവന്നത്. നല്ല വെയിലുമായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് തിരിച്ച് പോകുമ്പോൾ ഓട്ടോയ്ക്കകത്ത് പോയാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ റിച്ചൂട്ടനെയും അമ്മേനെയും വീട്ടിൽ കാണുന്നില്ല. അപ്പോൾ അപ്പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ അമ്മയുടെ വീട്ടിൽ 2 പേരും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ കയ്യിൽ നമ്മുടെ റിച്ചൂട്ടൻ ഇരിക്കുന്നു. അങ്ങനെ അവനെയും മേടിച്ച് പിന്നെ അവന് ഞാൻ പാലൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ പിള്ളേർക്ക് 2 പേർക്കും കഴിക്കാനൊക്കെ ബിരിയാണിയൊക്കെ കൊടുത്തു, അവരും കഴിച്ചു. പിന്നെ അതേപോലെ ഐസ്ക്രീമൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അവർ കഴിച്ചിട്ട് അവർ നേരെ കളിക്കാനായിട്ട് പോയി. പിന്നെ നമ്മുടെ റിച്ചൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെന്നുണ്ടെങ്കിൽ ഒരു 11 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എഴുന്നേക്കാറ് രാവിലെ. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം അവൻ രാവിലെ ഉറങ്ങത്ത് പോലുമില്ല കേട്ടോ. രാത്രി നന്നായിട്ട് ഉറങ്ങിക്കോളും, പക്ഷെ രാവിലെ ഇവൻ ഉറങ്ങുന്നില്ല. പിന്നെ അതേപോലെ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇവിടെ നേരത്തെ ഞങ്ങൾക്കൊരു കനാലുണ്ടായിരുന്നേ. ഇപ്പം അത് ഞങ്ങൾ പൊളിച്ചിട്ട് ഇവിടെ ഒരു റോഡ് പോലെ ഇപ്പം ആയതാണ് കേട്ടോ. ഇത് നികത്തിയതാണ് കേട്ടോ, കനാൽ നികത്തിയതാണ്. അപ്പോൾ ഇവിടെ
പണ്ട് കനാലുള്ള സമയത്ത് ഇവിടെ ഞങ്ങൾ 5 വീട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കനാലിൽ ഇങ്ങനെ ഇരിക്കും, ചായയൊക്കെ കുടിക്കും, കഥകളൊക്കെ പറയുമായിരുന്നു കേട്ടോ. പണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. ദേ നമ്മുടെ റിച്ചൂട്ടാണെങ്കിൽ ഇപ്പം നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഇപ്പം നേരത്തെ പിടിച്ചായിരുന്നു നടക്കുന്നത്, ഇപ്പോൾ അവന് കൈവിട്ടിപ്പോൾ നന്നായിട്ട് നടക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ രുദ്രൂട്ടനാണെങ്കിൽ അവിടെ എന്തോ സൈക്കിളിൽ എന്തോ പണി, അപ്പം ചേട്ടൻ്റെ ഇടയ്ക്ക് ഓടിച്ചെന്നതാണ് കേട്ടോ. അവന് ചേട്ടൻ അങ്ങോട്ട് മാറി, ഞാൻ പണിഞ്ഞു തരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ അവൻ്റെ അടുക്കലോട്ട് ചെന്നത്. അവനാണെങ്കിൽ അവനെ ഓടിച്ചു വിട്ടു കേട്ടോ. അവനതേ ഇത് നമ്മുടെ ഷാമിലിയുടെ മോനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ രുദ്രൂട്ടനും റിച്ചൂട്ടനും ദേ സൈക്കിളിൽ വീണ്ടും എന്തൊക്കെയോ പണികളൊക്കെ നടത്തുകയാണ് കേട്ടോ. അവന് കുറച്ച് മിറ്റമൊക്കെ തൂക്കാനുണ്ടായിരുന്നു. അങ്ങനെ മിറ്റമൊക്കെ തൂത്ത് അത് കഴിഞ്ഞ് ദേ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞപ്പം ബജ്ജി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ അച്ഛൻ മുളക് ബജ്ജിയാണ് കൊണ്ടുവരാറ്, ഇന്നാണെങ്കിൽ ബജ്ജിയാണ് കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ മുളകും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ കടയിലാണെന്നുണ്ടെങ്കിൽ പണ്ട് ബജ്ജി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതേ പപ്സും ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റും പിന്നെ അതേപോലെ വാഴയ്ക്ക ഉപ്പേരിയും പക്കാവടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു അച്ഛൻ കൊണ്ടുവന്നത്. അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ ഇട്ടു. ഞങ്ങളിവിടെ 7 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ചായ കുടിക്കാറ്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വൈകിട്ട് പണി കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ചായ ഇടാറ് കേട്ടോ. അങ്ങനെ ദേ ഞാനും രുദ്രൂട്ടനും റിച്ചൂട്ടനും ഒക്കെ വൈകിട്ട് മേലൊക്കെ കഴുകി അത് കഴിഞ്ഞ് ദേ നമ്മുടെ രാകേഷേട്ടനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം അവിടുന്ന് കുറച്ച് ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ് രണ്ടുപേരും കൂടെ. അങ്ങനെ ദേ നമ്മുടെ റിച്ചൂട്ടനാണെങ്കിൽ അച്ഛൻ്റെ കയ്യിലും രാകേഷേട്ടൻ്റെ കയ്യിലും ഇങ്ങനെ മാറി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകിട്ടത്തെ നമ്മുടെ ആഹാരം ഇതേപോലെ ഗ്രീൻ പീസ് കറിയും പിന്നെ അതുപോലെ അപ്പവും ആയിരുന്നു കേട്ടോ. മീൻ കറിയാണെന്നുണ്ടെങ്കിൽ രാകേഷേട്ടൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു മീൻ കറിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നേരെ കയറി കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.